നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയുടെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ വിപ്ലവകരമായ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് മേയർ വി രാജേഷ് ആദ്യത്തെ അടി തന്നെ മന്ത്രി ഗണേശന്റെ നെഞ്ചത്താണ് കൊടുത്തത്. KSRTC ലാഭകരമാക്കേണ്ടത് വകുപ്പ് മന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്. അതിനായി നഗരസഭ അനുവദിച്ച ബസ്സുകൾ കരാർ ലംഘിച്ചുകൊണ്ട് മറ്റ് ജില്ലകളിലേക്ക് മാറ്റിയത് അനുവദിക്കാനാവില്ല എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി നഗരസഭ KSRTCക്ക് കൈമാറിയ 113 ഇലക്ട്രിക് ബസ്സുകൾ ഇനി തിരുവനന്തപുരം നഗരപരിധിക്കുള്ളിൽ തന്നെ സർവീസ് നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ ബസ്സുകളുടെ വിന്യാസവും കരാർ ലംഘനവും കുറഞ്ഞ നിരക്കിൽ നഗരവാസികൾക്ക് യാത്രയൊരുക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ബസ്സുകൾ നൽകിയത് എങ്കിലും KSRTC ഈ കരാർ ലംഘിച്ചുകൊണ്ട് ഇവ മറ്റ് ജില്ലകളിലേക്ക് മാറ്റിയതായി മേയർ കുറ്റപ്പെടുത്തി. പല ബസ്സുകളും കൃത്യമായ അറ്റകുറ്റപ്പണിയില്ലാതെ നശിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. നഗരസഭയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ ബസ്സുകൾ തിരിച്ചുപിടിക്കുന്നതുൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നഗരസഭയിൽ നടപ്പിലാക്കുന്ന പ്രധാന പരിഷ്കാരങ്ങൾ അഴിമതി തടയുന്നതിനും സുതാര്യത ഉറപ്പുവരുത്തുന്നതിനുമായി നഗരസഭയിലെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും പൂർണ്ണമായും ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറ്റും. നഗരസഭ വാഹനങ്ങൾ സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് നിർത്തലാക്കും. ഉപയോഗശൂന്യമായി കിടക്കുന്ന വാഹനങ്ങളുടെ കാര്യത്തിൽ വിദഗ്ധ സമിതിയുടെ നിർദ്ദേശപ്രകാരം തീരുമാനമെടുക്കും. കാലഹരണപ്പെട്ട വാടക നിരക്കുകൾ പുതുക്കി നിശ്ചയിക്കും. നികുതി പിരിവ് ഊർജിതമാക്കിക്കൊണ്ട് നഗരസഭയുടെ സാമ്പത്തിക സ്രോതസ് ശക്തിപ്പെടുത്തും. രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരമായ ഇൻഡോറിനെ മാതൃകയാക്കിക്കൊണ്ട് തിരുവനന്തപുരത്തും മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ പരിഷ്കരിക്കും. വയോമിത്രം പദ്ധതി എല്ലാ വാർഡുകളിലേക്കും വ്യാപിപ്പിക്കും. തെരുവ് കച്ചവടക്കാർക്ക് വേണ്ടി കേന്ദ്ര സഹായം ലഭ്യമാക്കും. തെരുവ് നായ്ക്കളെ സംരക്ഷിക്കുന്നതിനായി കൂടുതൽ ഷെൽട്ടറുകൾ നിർമ്മിക്കും. വിഴിഞ്ഞം തുറമുഖം, IT മേഖല, മെഡിക്കൽ, ആത്മീയ ടൂറിസം എന്നിവയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളായിരിക്കും നഗരസഭ ഏറ്റെടുക്കുക. 101 വാർഡുകളിലെയും കൗൺസിലർമാരിൽ നിന്ന് അടിയന്തര പ്രാധാന്യമുള്ള പരാതികൾ ശേഖരിച്ച് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും മേയർ അറിയിച്ചു. അതായത് മുൻപ് കിട്ടിയ വിവരം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആറ്റിങ്ങൽ സിറ്റിക്ക് പുറത്ത് കട്ടപ്പന ബസ് പോയതായിട്ട് കേട്ടിട്ടുണ്ട്. സിറ്റിയിലെ നമ്മുടെ ഈ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൊടുത്ത ഇലക്ട്രിക് ബസ് കട്ടപ്പന ഓടി ഇടുക്കിയിലേക്ക് ഓടിയായിട്ട് വിവരം കിട്ടിയിട്ടുണ്ട്. എന്ത് അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല. പിന്നീട് അത് വിവാദമായി മാധ്യമങ്ങളിൽ വാർത്ത വന്നു. ഞങ്ങളും അങ്ങനെയുള്ള ബസ്സുകൾ തടയുമെന്ന് പറഞ്ഞൊക്കെ വന്നപ്പോഴാണ് അവിടെ നിന്നൊക്കെ പിൻവലിച്ചത്. പിന്നെ ആറ്റിങ്ങൽ, നെയ്യാറ്റിങ്കര, നെടുമങ്ങാടൊക്കെയാണ് ഓടിക്കൊണ്ടിരുന്നത്. ഒരു അനൌദ്യോഗികമായിട്ട് നടത്തിയ അന്വേഷണങ്ങളിൽ മനസ്സിലായത് സിറ്റിയിൽ ആവശ്യമുള്ള ബസ് കൊടുത്തതിന് ശേഷം പട്ടണത്തിലേക്ക് വരുന്ന ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടി എന്നുള്ള സൗകര്യം അനുസരിച്ചാണ് നെടുമങ്ങാട്, നെയ്യാറ്റിങ്കര, ആറ്റിങ്ങലൊക്കെ ചില ബസ്സുകൾ ഓടിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോഴും സിറ്റിയുടെ ഉൾഭാഗങ്ങളിൽ ബസ്സിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ മത്സരിച്ച കൊടുങ്ങാനൂർ വാർഡിൽ ചെന്നപ്പോഴേക്കും ആദ്യം ആൾക്കാർ പറഞ്ഞത് നേരത്തെ അവിടെ പ്ലാവോട് വഴി, കൊടുങ്ങാനൂരിൽ നിന്ന് പ്ലാവോട് വഴി തിട്ടമംഗലം വഴി ഒരു ബസ് ഈ ചോട്ടിലേക്ക് ഉണ്ടായിരുന്നു. അവിടെ വലിയൊരു ദൂരമാണ്, 4-5 കിലോമീറ്റർ ഇട റോഡാണ്. അവർക്ക് ഓട്ടോ ഓടിച്ചു പോകാനേ പറ്റുള്ളൂ. ആ ബസ് ഇപ്പം നിർത്തലാക്കി. അപ്പോൾ ഇപ്പോഴും നമ്മൾ പരിശോധിച്ചാൽ സിറ്റിയുടെ പല ഉൾഭാഗങ്ങളിലും ഇലക്ട്രിക് ബസ്സിൻ്റെ ആവശ്യമുണ്ട്. അത് ഇവിടെ ആവശ്യമുള്ളപ്പോൾ എന്തിനും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വിടുന്നു. കേന്ദ്ര ഗവൺമെൻറ് ബസ് കൊടുത്തത് സിറ്റിയിൽ ഓടാനാണല്ലോ. അപ്പോൾ അത് പരിശോധിക്കും. ഏതൊക്കെ നമ്പറിലുള്ള എത്ര ബസ്സുകളാണ് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടുള്ളത്, ഓരോ ബസ്സും എത്ര കിലോമീറ്റർ ഓടി, ഇപ്പോൾ അതിൻ്റെ പൊസിഷൻ എന്താണ്, എഞ്ചിനീയർ സെക്ഷനിൽ അത് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ബസ്സിൻ്റെ ചാർജുള്ള ആൾക്കാരുമായിട്ട് KSRTCയുടെ ലാഭം നഷ്ടം നോക്കേണ്ടത് KSRTCയുടെ ഉത്തരവാദിത്തമാണ്. കോർപ്പറേഷന്റെ ഉത്തരവാദിത്തം, കോർപ്പറേഷന് കേന്ദ്ര ഗവൺമെന്റ് എന്ത് തന്നിട്ടുണ്ട് അത് കോർപ്പറേഷന് പ്രയോജനപ്പെടണം. അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. KSRTC ലാഭം ഉണ്ടാക്കേണ്ടത് KSRTC മാനേജ്മെന്റ് ഉത്തരവാദിത്തമാണ്. അത് അവർ ചെയ്തോട്ടെ. ഞങ്ങളുടെ പ്രഥമ പരിഗണന കോർപ്പറേഷനിൽ ജീവിക്കുന്ന, കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് പരമാവധി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. കോർപ്പറേഷന്റെ വരുമാനം ചോരാതെ നോക്കുക, അത് വർദ്ധിപ്പിക്കുക. നമുക്ക് കിട്ടിയിട്ടുള്ള വാഹനങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് പരിപാലിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പരിശോധിക്കുക മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഒരു ന്യായമായ കാരണം കൊണ്ട് ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഘടകത്തിലെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നതെന്നിരിക്കട്ടെ, ആ പോകുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. ഇപ്പോൾ 1-2 വ്യക്തികൾ അവരുടെ മാനസികാവസ്ഥ വെച്ചിട്ട് സിറ്റിയിൽ ഓടേണ്ട ബസ്സിനെ അയച്ചു കഴിഞ്ഞാൽ നമുക്കത് പരിശോധിക്കണം. അല്ല, ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഘടകത്തിൽ കൺസേൺ അതോറിറ്റി ചർച്ച ചെയ്ത് രേഖകൾ പ്രകാരം ആളുകൾ പോകുന്നതെങ്കിൽ അത് ആരോഗ്യകരമായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ ആലോചിക്കാം.